7 ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻകമിങ്ങും ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് എന്ത് ഉത്തരമാണ് മാനേജ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മഞ്ഞപ്പടയെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാൻസിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്ലേയേഴ്സിന് വിറ്റ് കളയാൻ എടുക്കുന്ന ആ എനർജിയുടെ 10% ഉപയോഗിച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനും കൂടെ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ജനുവരി ട്രാൻസ്ഫറിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അഗൈൻ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. Welcome back to Andapan Talkies. This is RJ Andapan and you are listening to Andapan Talkies. ആ പറച്ചിലൊരു ചെറിയ തെറ്റുണ്ടല്ലേ. എന്തായാലും ആ തെറ്റ് അവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞു, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്ത സമയം മുതൽ പല റിപ്പോർട്ടുകളും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് അത് അങ്ങനെയാണ് എന്ന് കാണിക്കുന്നതായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ നിലവിൽ 8-ാം തീയതി ആയിരിക്കുമ്പോൾ, അതായത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിരിക്കുന്നത് മഞ്ഞപ്പടയാണെന്നുള്ളതാണ്. അവരുടെ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. 7 days ഓഫ് ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു റെഫറി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇത് ബോർഡും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് 4 പേര് ഔട്ട്, എത്ര പേര് ഇന്നായി? ഒരാൾ പോലും ഇല്ല. അത് ആരെങ്കിലും വരുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ന്യൂസ് പറയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനും കൂടെ ആണെന്നുള്ളതാണ് കേട്ടോ. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള രാഹുൽ അടക്കം ക്ലബ്ബ് വിട്ടുപോയി. ക്ലബ്ബ് വിട്ടു പോകുന്നതോ അല്ലെങ്കിൽ ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കുന്നതോ ക്ലബ്ബ് വിൽക്കുന്നതോ തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്ലേയേഴ്സിനെ നമ്മൾ വിൽക്കുകയും റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു റീപ്ലേസ്മെൻറ്റ് വേണം. നമ്മുടെ ക്ലബിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലബിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽക്കാൻ ഭയങ്കര ഉഷാറാണ്. പോട്ടെ അവർ പോട്ടെ ഇവർ പോട്ടെ ഇങ്ങനെ പോട്ടെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞു വിടും. പക്ഷേ അതേ പൊസിഷനിലേക്ക് നമ്മുടെ ടീം ഓൾറെഡി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പൊസിഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ നിലവിൽ ആളെ ഒഴിവാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒഴിവാക്കിയിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു പ്ലെയറിനെ അല്ലെങ്കിൽ 2-3 പ്ലെയേഴ്സിനെ നമ്മൾ വിൽക്കുമ്പോൾ, അതും പെർമനൻ്റ് ആയിട്ടാണ് രാഹുലിനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് വേണമെന്നുള്ള ആരുടെ ഉത്തരവാദിത്വമാണ്? മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ആകെ 7 ദിവസം കഴിഞ്ഞ് ഇന്നപ്പോൾ അത് 8-ാം ദിവസമാണ്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വരുമോ ഇല്ലയോ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ റൂമേഴ്സിൽ പോലും ഇങ്ങോട്ടൊരു വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നേരാവണ്ണം കേൾക്കുന്നില്ല എന്നുള്ളതാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആകെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്ന രീതിയിൽ നമുക്ക് കുറച്ച് ടെൻഷൻ തരുന്നൊരു കാര്യം. ആൻഡ് അതിൽ 2-3 കാര്യങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല വിലയ്ക്ക് നമ്മൾ വിൽക്കുന്നുണ്ട്, പക്ഷേ നല്ല വിലയ്ക്ക് നമ്മൾ വാങ്ങുന്ന കാര്യം വരുമ്പോഴാണ് ഈ പ്രശ്നം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അതുപോലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒഡീസയിൽ കളിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ഒരു പ്രീ കോൺട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീസണിലേക്ക് വേണ്ടിയിട്ടേ അല്ല, എന്തായാലും ഇനി അത് അടുത്ത സീസണിലെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എന്നുള്ളതാണ് വരാൻ കഴിഞ്ഞ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്ക് ആൾക്കാരെ, അതായത് നമ്മുടെ പ്ലേയേഴ്സിനെയൊക്കെ പറഞ്ഞു വിടുകയും മറ്റ് ക്ലബ്ബിലേക്ക് കൊടുക്കുകയും ലോണിലേക്ക് പോവുകയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ട്രാൻസ്ഫർ നടത്താനുള്ളൊരു ഫീ ആക്ച്വലി ഈ പറഞ്ഞു വിട്ടതിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവം വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. സ്ഥിരം പല്ലവി തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതായത് പ്ലേയേഴ്സ് പൊക്കോട്ടെ, പോണവരെല്ലാം പൊക്കോട്ടെ, നമ്മുടെ ഉള്ളിലുള്ളവരെയൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഓടാം, ഫാൻസ് ആകുമ്പോൾ കളി കാണാൻ വരും, ബാക്കിയുള്ളതെല്ലാം അങ്ങനെയൊക്കെ പൊക്കോളും, നമുക്ക് കപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണോ മാനേജ്മെൻറ്റിന് എന്നുള്ളൊരു സംശയം വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മഞ്ഞപ്പട ഇപ്പോൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സ്റ്റോറീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മഞ്ഞപ്പടിയുടെ സ്റ്റോറീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം, യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു #ൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഫാൻസും ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഇഷ്ടമുള്ള ആരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇതിൽ കൺഫ്യൂസ് ആവുന്നതിലും മാനേജ്മെൻറ്റിന് ദേഷ്യം വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രോഫി ഭയങ്കര ഒബ്സസ്ഡ് ആയതുകൊണ്ടാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലെയർ നമ്മുടെ ക്ലബ്ബ് വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിന് പറ്റുന്നതോ അതിൻ്റെ മേളിലേക്കോ ഉള്ളൊരു റീപ്ലേസ്മെൻറ്റ് നടത്തേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള
ബോധ്യം മാനേജ്മെൻറ്റിന് ആദ്യം മുതൽ വരണം. എന്താണോ എന്തോ, എന്തായാലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ TP പുരുഷോത്തമൻ എന്നാണ് പറഞ്ഞത് കേട്ടോ, അതൊരു തെറ്റുപറ്റിയതാണ്. TG പുരുഷോത്തമൻ എന്നാണ്. ആൻഡ് പുരുഷോത്തമനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തോമാച്ചനാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വരുന്നുണ്ടെന്നുള്ളതൊക്കെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രം എന്തായില്ല, അതുകൊണ്ട് മാത്രം നമുക്കൊരു പുതിയ കോച്ചിനെ കൊണ്ടുവരാൻ പാടില്ല എന്നൊന്നുമില്ല. നല്ല കോച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും കൊണ്ടുവരുന്നത് ഒരിക്കലും ഒരു മോശം ഡിസിഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എന്താണ് ഇതിനകത്തൊക്കെ ഇത്രയും ഡിലേ കാര്യങ്ങൾ എന്ന് എനിക്ക് അറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് തന്നതാണ് എന്നുള്ളതൊന്നുമല്ല. അപ്പോൾ മാനേജ്മെൻറ്റിന് ഓൾറെഡി അറിയാം ഈ സമയമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ആൻഡ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് തന്നെ നമ്മുടെ കോച്ചിനെ സാക്ക് ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ആക്ച്വലി പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു അനൗൺസ്മെൻറ്റ് തരേണ്ട സമയമായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ജനുവരിയിൽ തന്നെ നമുക്ക് മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ ഒരു ഫൈനൽ ഡിസിഷനും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. എന്തായാലും എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സംഭവങ്ങൾ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിനകത്താണെന്നുണ്ടെങ്കിൽ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫാൻസ് അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനെ ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുത്തത്. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നതിന് മുമ്പേ അത് വിമർശിക്കുന്നത് മോശമാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഈ ഫാൻസ് അഡ്വൈസറി ബോർഡിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതലായിട്ടുള്ള പവറൊന്നും ആക്ച്വലി ഈ ബോർഡ് ഫാബ് തരുന്നില്ല എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാമെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു കമ്മിറ്റി പോലെ ബേസായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മിറ്റി, ആ ബോർഡ് ഉണ്ടായതിന് ശേഷം ആ ബോർഡ് ഈ പറയുന്ന പോലെ മാനേജ്മെൻറ്റുമായിട്ട് ഈ പറയുന്ന പോലെ ചിലപ്പോൾ പ്ലേയേഴ്സിനെ വാങ്ങുന്നതിലായിരിക്കാം, ചിലപ്പോൾ മാച്ചിനെ പറ്റിയായിരിക്കാം, ഫാൻസിൻ്റെ പ്രശ്നമായിരിക്കാം, സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം ഡിസ്കസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക, നമ്മുടെ കൺസേൺസ് എത്തിക്കാനായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ബോഡി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം. അതിൽ കൂടുതലായിട്ട് ഈ ഫാബിന് അല്ലെങ്കിൽ ഫാൻസ് അഡ്വൈസറി ബോർഡിന് പോയി ഈ പ്ലെയർ വേണ്ട അല്ലെങ്കിൽ ഈ കോച്ച് വേണ്ട എന്ന് പറയാനുള്ള റൈറ്റ്സ് ഒന്നും ആക്ച്വലി നിലവിൽ അതിനില്ല. അത് പുറത്തും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, ഞാനിങ്ങനെ കുറച്ചൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതും അങ്ങനെയാണ്. പക്ഷേ അതിലൊരു പോസിറ്റീവ് വശം ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് പോകുന്നത് നോക്കട്ടെ. അതും ഭയങ്കര ശോകമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ വിമർശിക്കാം. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ആയി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യമേ കയറി അടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന മത്സരം ഒഡീസയ്ക്കെതിരെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമ്മുടെ ചെറുക്കൻ രാഹുൽ KP ഇപ്പം അങ്ങോട്ട് പോയി പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ മേ ബി ഇഫ് ഒരു സിനിമയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു മൊമെൻ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലെബറോ ചിലപ്പോൾ നമുക്കെതിരെ അറ്റ്ലീസ്റ്റ് സബ്ബായിട്ടെങ്കിലും രാഹുലിനെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തീ കളി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കൊച്ചിയിലാണ് കളി നടക്കാൻ പോകുന്നത്. സോ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാച്ച്. എന്തായാലും കണ്ടു തന്നെ അറിയാം എന്തായിരിക്കുമെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടുന്ന കാര്യം ഒന്ന് മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസവും വിഷ് ചെയ്തുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ ആൻഡ് സൈനിങ് ഓഫ്.